പ്രാണനിൽ ഭാഗം 11. അർജുൻ ഏറെ നേരം വിളിച്ചിട്ടും ഫോൺ എടുക്കാതെ വന്നപ്പോൾ അവനാകെ ദേഷ്യവും നിരാശയും വന്നു. ആദ്യമായാണ് ഒരു പെൺകുട്ടിയോട് ഇഷ്ടം തോന്നുന്നത്. എന്തുകൊണ്ട് സൂര്യ അവന് ആദ്യ കാഴ്ചയിൽ തന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു. പക്ഷേ അവൾക്ക് അവനോടുള്ള സമീപനം അവനിൽ വേദന നിറച്ചെങ്കിലും പതിയെ ശരിയാക്കാമെന്ന വിശ്വാസത്തിലായിരുന്നു അവൻ. അതുകൊണ്ട് തന്നെ ഇന്ന് എങ്ങനെയെങ്കിലും അവളെ ഒന്ന് കണ്ട് സംസാരിക്കണമെന്ന് തീരുമാനിച്ചുകൊണ്ട് ഫ്രഷ് ആവാൻ കയറി. എന്നാൽ ആ സമയം മൂടിപ്പുതച്ച് നല്ല ഉറക്കിലായിരുന്നു സൂര്യ. ഫോൺ സൈലന്റ് ആയതിനാൽ അവൻ വിളിച്ചത് കേട്ടതുമില്ല. ഇതേസമയം പതിയെ മിഴികൾ വലിച്ചു തുറന്ന പാറു കാണുന്നത് തൻ്റെ നെഞ്ചിൽ മുഖം ചേർത്ത് വെച്ച് വായിൽ വിരലിട്ടുകൊണ്ട് ഉറങ്ങുന്ന മീനൂട്ടിയെയാണ്. എന്തോ ആ കാഴ്ച അവളുടെ മനസ്സിൽ വല്ലാത്തൊരു അനുഭൂതി സൃഷ്ടിച്ചു. മോളെ ചേർത്ത് പിടിച്ച് ആ കുഞ്ഞു നെറ്റിയിൽ അവൾ പതിയെ ചുംബിച്ചു. ശേഷം വ്യാസിനു വേണ്ടി അവളുടെ മിഴികൾ അവിടമാകെ അലഞ്ഞപ്പോൾ അവനെ കാണാതെ വന്നതും അവൾക്ക് മനസ്സിലായി. മോളെ അവൾക്കരികിൽ കിടത്തിക്കൊണ്ട് അവൻ എണീറ്റു പോയി എന്ന്. പിന്നെ കിടക്കാൻ അവളും നിന്നില്ല. ക്ലോക്കിൽ 6 മണിയായി എന്ന് കണ്ടപ്പോൾ അവൾ പതിയെ മോളെ ബെഡിലേക്ക് മാറ്റി കിടത്തി. ഇരു സൈഡിലും പില്ലോ വെച്ച് കിടക്കയിൽ നിന്നും എഴുന്നേറ്റു. അഴിഞ്ഞുപോയ മുടി ഒന്നാകെ വാരി മുകളിൽ കെട്ടിക്കൊണ്ടവൾ വേഗം തന്നെ ഷെൽഫിൽ നിന്നും ഒരു ഡ്രസ്സ് എടുത്ത് ബാത്റൂമിൽ കയറി. കുളിക്കുമ്പോഴും മറ്റും മോൾ എണീക്കുമോ, ആരേലും മോളെ വന്ന് എടുത്തിട്ടുണ്ടാകുമോ എന്ന ചിന്തയിലായിരുന്നു പാറു. അതുകൊണ്ട് തന്നെ എങ്ങനെയൊക്കെയോ ഒന്ന് വേഗം കുളിച്ചു മാറ്റി അവൾ പുറത്തിറങ്ങിയപ്പോൾ പില്ലോയ്ക്ക് മേലെ കിടന്ന് ഉറങ്ങുകയാണ് കുഞ്ഞിപ്പെണ്ണ്. അവളുടെ ആ ഉറക്കം കണ്ടപ്പോൾ പാറു ചിരിച്ചുകൊണ്ട് മോൾക്കരികിൽ ചെന്നിരുന്നു. മോളെ, മീനുമോളെ, അമ്മയുടെ പൊന്നെണീറ്റേ, നമുക്ക് ചായ കുടിക്കണ്ടേ, വാ. ഉറങ്ങിക്കിടക്കുന്ന മോളുടെ പുറത്ത് പതിയെ തട്ടിക്കൊണ്ട് പാറു പറഞ്ഞപ്പോൾ ഒരു കുഞ്ഞു ചിരിയോടെ കണ്ണുകൾ തുറന്നുകൊണ്ട് മീനൂട്ടി പാറുവിനെ നോക്കി. അമ്മേ, എന്നെ എക്ക്. കണ്ണും തിരുമ്മിക്കൊണ്ട് മോൾ പറഞ്ഞപ്പോൾ പാറു ചിരിച്ചുകൊണ്ടവളെ വാരിയെടുത്ത് ഇരു കവിളിലും ചുംബിച്ചു. ആഹാ, അമ്മയുടെ കുറുമ്പി പെണ്ണ് എണീറ്റല്ലോ, ഇനി നമുക്ക് ചായ കുടിക്കാൻ പോയാലോ? ആം. മോളുടെ സമ്മതം കിട്ടിയപ്പോൾ പാറു ആദ്യം മോളെ എടുത്ത് ബാത്റൂമിൽ പോയി കുഞ്ഞരി പല്ലുകൾ ബ്രഷ് ചെയ്തു കൊടുത്തു. ശേഷം ഹീറ്റർ ഓണാക്കി ചൂടുവെള്ളം എടുത്ത് മോളെ കുളിപ്പിക്കുകയും ചെയ്തു. ഇതൊക്കെ ചെയ്യുമ്പോഴും അനുസരണയോടെ എല്ലാത്തിനും നിന്നു തരുന്ന മോളെ ഒട്ടൊരു അത്ഭുതത്തോടെയായിരുന്നു പാറു നോക്കിയത്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് മോളെയും എടുത്തുകൊണ്ടവൾ താഴെ ചെല്ലുമ്പോൾ ദൂരെ ഗേറ്റ് തുറന്ന് ജോഗിംഗ് ഒക്കെ കഴിഞ്ഞ് വ്യാസ് നടന്നു വരുന്നുണ്ടായിരുന്നു. സുധാകരൻ പത്രം വായിക്കുകയും അതിനടുത്ത് ജയന്തി ഇരിക്കുകയും ചെയ്യുന്നുണ്ട്. രാവിലെ തന്നെ കുളിച്ച് സുന്ദരിയായി പാറുവിൻ്റെ കയ്യിലിരുന്ന് അവരെ നോക്കി ചിരിക്കുന്ന മീനുമോളെ അവിടേക്ക് വന്ന വ്യാസ് പോലും അത്ഭുതത്തോടെ നോക്കി നിന്നുപോയി. എന്താ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുന്നേ? അവരുടെ നോട്ടം കണ്ട് ഒന്നും മനസ്സിലാവാതെ പാറു ചോദിച്ചു. എന്തായാലും നിന്നെ ഞാൻ നമിച്ചു ശ്രീ. നമ്മൾ 3 പേരും തലകുത്തി മറിഞ്ഞാലും രാവിലെ കുളിക്കാൻ സമ്മതിക്കാതെ കളിച്ചു നടക്കുന്നവളാണ്. ഇന്നലെ വന്ന നിന്റെ മുന്നിൽ എല്ലാത്തിനും നിന്ന് തന്നത് എങ്ങനെ ഒപ്പിച്ചു നീ? പാറുവിൻ്റെ അരികിൽ നടന്നുകൊണ്ട് വ്യാസ് പറഞ്ഞു. അതൊക്കെ എൻ്റെ കഴിവാണ് മിസ്റ്റർ വിച്ചേട്ടാ. അവളുടെ അമ്മ അല്ലേ ഞാൻ. അപ്പോൾ എൻ്റെ മോൾ ഞാൻ പറയുന്നത് എന്തും കേൾക്കും അല്ലേടാ കണ്ണാ? മോളെ ചേർത്ത് പിടിച്ച് ഗമയോടുകൂടെ പാറു ചോദിച്ചു. ആം, മോൾ അമ്മ പറഞ്ഞാൽ എല്ലാം കേൾക്കും. അമ്മയുടെ കണ്ണനാണ് ഞാൻ. പാറു പറയുന്നത് പോലെ അനുകരിച്ചുകൊണ്ട് പറയുന്ന കുഞ്ഞിപ്പെണ്ണിനെ അവർ 4 പേരും വാത്സല്യത്തോടെ നോക്കി. ആ, സംസാരമൊക്കെ അവിടെ നിൽക്കട്ടെ. അമ്മയും മോളും അച്ഛനുമൊക്കെ വന്നിരിക്കി, ഞാൻ ചായ എടുക്കാം. ജയന്തി അത് പറഞ്ഞപ്പോൾ വ്യാസ് ചിരിച്ചുകൊണ്ട് ചെയറിൽ പോയിരുന്നു. അപ്പോൾ അവൻ്റെ കയ്യിൽ മോളെ കൊടുത്ത് ജയന്തിക്ക് പിന്നാലെ പാറുവും ചെന്ന് ബ്രേക്ക്ഫാസ്റ്റും ചായയും ഒക്കെ എടുത്തു വെച്ചു. ചായ കുടിക്കാൻ ഇരുന്നപ്പോഴും വ്യാസിൻ്റെ അരികിൽ പാറു ഇരുന്ന് മീനൂട്ടിയെ മടിയിലിരുത്തി കുടിപ്പിക്കുകയായിരുന്നു. ഇതൊക്കെയും കണ്ടു നിന്ന വ്യാസനും സുധാകരനും ജയന്തിയും പരസ്പരം നോക്കി സന്തോഷിച്ചു. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞ ശേഷം ഹാളിൽ കളിപ്പാട്ടങ്ങൾക്ക് നടുവിലിരിക്കുന്ന മീനൂട്ടിയുടെ അരികിൽ ഇരിക്കുകയാണ് പാറു. അപ്പോഴാണ് എന്തോ ഫോണിൽ നോക്കിക്കൊണ്ട് വ്യാസ് സോഫയിൽ ചെന്നിരുന്നത്. ശ്രീ, നീ പോയി മാറ്റി വാ, നമുക്കൊന്ന് വീട് വരെ പോയി വരാം. ഫോണിൽ നിന്ന് മുഖമുയർത്താതെ വ്യാസ് പറയുന്നത് കേട്ടപ്പോൾ പാറുവിന് ഒരുപാട് സന്തോഷമായി. സത്യമാണോ വിച്ചേട്ടാ? ഈശ്വര, ഞാനിപ്പോൾ ഓർത്തതേ ഉള്ളൂ അച്ഛനെയും അമ്മയെയും ഒക്കെ കാണണമെന്ന്. ഒരു 5 മിനിറ്റ് മോളെ ഒന്ന് നോക്കിക്കൊള്ളണേ, ഞാൻ വേഗം വരാം. അത് പറയലും അവൾ മുകളിലെത്തലും ഒരുമിച്ചായിരുന്നു. അത് കണ്ട വ്യാസ് ചിരിച്ചുകൊണ്ട് ഫോണെടുത്ത് അർജുനെ വിളിച്ച് കാറുമായി വരാൻ പറഞ്ഞു. അപ്പോൾ സൂര്യയെ കാണാൻ ഒരവസരം കാത്തുനിന്ന അർജുൻ അവനും കൂടെ വരാമെന്ന് പറഞ്ഞ് വേഗത്തിൽ കാറെടുക്കാൻ വേണ്ടി പോയി. ഇതേസമയം ഏറെ നേരമായിട്ടും പാറുവിനെ താഴേക്ക് കാണാതെ വന്നപ്പോൾ വ്യാസ് മോളെ ജയന്തിയുടെ കയ്യിൽ കൊടുത്ത് മുകളിൽ പോയി. എത്താനായി എന്ന് പറഞ്ഞ് അർജുൻ കുറച്ചു മുന്നേ വ്യാസിനെ വിളിച്ചിരുന്നു. ആ സമയം അടഞ്ഞു കിടക്കുന്ന ഡോറിൽ വ്യാസ് കൈവച്ചതും അകത്ത് നിന്നും സ്പീഡിൽ പുറത്തു വരികയായിരുന്ന പാറു പെടുന്നനെ വാതിൽ തുറന്നപ്പോൾ അവൻ്റെ കൈ നേരെ അവളെ ആയിരുന്നു തള്ളിയത്. അതിൻ്റെ ആക്കത്തിൽ വീഴാൻ പോയ പാറു വ്യാസിൻ്റെ ഷർട്ടിൽ മുറുകെ പിടിച്ചപ്പോൾ തിരിച്ചും ബാലൻസ് കിട്ടാതെ രണ്ടും കൂടി പിന്നിലുള്ള സോഫയിൽ ചെന്ന് വീണു. വീണ വീഴ്ചയിൽ വ്യാസിൻ്റെ ചുണ്ടുകൾ പാറുവിൻ്റെ കഴുത്തിൽ അമർന്നപ്പോൾ പിടച്ചലോടെ അവൾ അവനെ ചുറ്റിപ്പിടിച്ചു. അപ്പോൾ ഒരു ഞെട്ടലോടെ വ്യാസ് അവളുടെ കഴുത്തിൽ നിന്ന് മുഖമുയർത്തി അവളെ നോക്കിയപ്പോൾ അവളുടെ മിഴികളും അവനിലായിരുന്നു. ഒരു നിമിഷം 2 പേരും പരസ്പരം മറന്നുകൊണ്ട് കണ്ണുകളിൽ നോക്കി അങ്ങനെ കിടന്നുപോയി.
വ്യാസിൻ്റെ നോട്ടം മുഴുവനും പരൽമീനിനെ പോലെ പിടയ്ക്കുന്ന പാറുവിൻ്റെ മിഴികളിലും ചെറുതായി വിറകൊള്ളുന്ന അവളുടെ ചോരച്ചുണ്ടുകളിലുമായിരുന്നു. ഒരു വേള അവയിൽ തൻ്റെ അതരം മായത്തിൽ ചേർക്കാൻ അവൻ്റെ ഹൃദയം വെമ്പി. എന്നാൽ പെടുന്നനെ പ്രിയയെ ഓർമ്മ വന്നപ്പോൾ വ്യാസ് വേഗം തന്നെ അവൾക്ക് മുകളിൽ നിന്നും എഴുന്നേറ്റു. ശേഷം അവളെയും കയ്യിൽ പിടിച്ചെഴുന്നേൽപ്പിച്ചു. സോറി ശ്രീ, ഞാൻ അറിയാതെ. താൻ ഒരുങ്ങിക്കഴിഞ്ഞെങ്കിൽ വരൂ. അവളുടെ മുഖത്ത് നോക്കാതെ അത്രയും പറഞ്ഞുകൊണ്ട് വ്യാസ് മുറിവിട്ടിറങ്ങി. ആ സമയം അവൻ്റെ പോക്കും വെപ്രാളവുമൊക്കെ കണ്ട പാറുവിൻ്റെ ചുണ്ടിൽ നാണത്താൽ ചാലിച്ച ഒരു ചിരി വിടർന്നു. അതേ ചിരിയോടെ അവൾ താഴെ പോയപ്പോൾ കണ്ടു കാറിൻ്റെ പിറകിൽ മോളെയും കൊണ്ടിരിക്കുന്ന വ്യാസിനെ. ഡ്രൈവർ സീറ്റിലിരുന്ന് അജു എളിച്ചു പിടിക്കുന്നുണ്ടായിരുന്നു. അമ്മേ, അച്ഛാ, പോയി വരാട്ടോ. ഉമ്മറത്ത് നിൽക്കുന്ന സുധാകരനെയും ജയന്തിയെയും നോക്കി പാറു ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആ, പോയി വാ മോളെ, അവരും തിരിച്ചു പറഞ്ഞു. അങ്ങനെ പാറു വേഗം ചെന്ന് പിറകിലെ സീറ്റിൽ പോയിരുന്നു. അപ്പോൾ തന്നെ അമ്മേ എന്ന് വിളിച്ചുകൊണ്ട് മീനൂട്ടി അവളുടെ മടിയിൽ കയറിയിരുന്നിരുന്നു. പാറു ഒരുങ്ങാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ തന്നെ ജയന്തി മീനൂനും ഡ്രസ്സൊക്കെ മാറ്റി മുടിയൊക്കെ കെട്ടി സുന്ദരിയാക്കിയിരുന്നു. അമ്മേ, നമ്മൾ എവിടെ പോകുക? അതോ, നമ്മളെല്ലാവരും കൂടി ഇന്ന് അമ്മയുടെ വീട്ടിൽ പോകുക. അവിടെ മോളെ നോക്കി ഒരു മുത്തശ്ശനും മുത്തശ്ശിയും ചേച്ചിയും ഉണ്ടല്ലോ. മോളെ കൊഞ്ചിച്ചുകൊണ്ട് പാറു പറഞ്ഞപ്പോൾ മീനുമോൾ സന്തോഷത്തോടെ കൈകൊട്ടി ചിരിച്ചു. ആയിഷ്, വേഗം പോ അതു അങ്കിളെ. മുന്നിൽ ഡ്രൈവ് ചെയ്യുന്ന അജുവിനെ നോക്കി മീനുമോൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. പരമാവധി സ്പീഡിൽ തന്നെയാ പോണത് കാന്താരി, വേഗം അവിടെ എത്താം ട്ടോ. കണ്ണാടിയിൽ കൂടി അജുവിൻ്റെ മറുപടിയും വന്നു. അത് കേട്ടപ്പോൾ മീനൂട്ടി അവനെ നോക്കി ചിരിച്ചുകൊണ്ട് പാറുവിൻ്റെ നെഞ്ചിൽ ചാരിയിരുന്നു. എന്നാൽ ഈ സമയം അത്രയും വ്യാസ് നിശബ്ദനായിരുന്നു. അത് നേരത്തെ അങ്ങനെ നടന്നതിൻ്റെ ചമ്മൽ കൊണ്ടാവും എന്നറിയാവുന്നത് കൊണ്ട് തന്നെ പാറുവും ഒന്നും പറഞ്ഞിരുന്നില്ല. അങ്ങനെ കുറച്ചു നേരത്തെ യാത്രയ്ക്ക് ശേഷം പാറുവിൻ്റെ വീട്ടിൽ എത്തിച്ചേർന്നു. കാർ നിർത്തിയപ്പോൾ തന്നെ പാറു മോളെയും എടുത്ത് വേഗം ഡോർ തുറന്ന് മുന്നിൽ ചിരിയോടെ നിൽക്കുന്ന മാധവൻ്റെ നെഞ്ചിലേക്ക് ഓടി അണിഞ്ഞിരുന്നു. കുഞ്ഞിപ്പെണ്ണിന് കാര്യം ആരാ എന്നൊന്നും മനസ്സിലായില്ലെങ്കിലും പാറുവിൻ്റെ നിറഞ്ഞ സന്തോഷം കണ്ടപ്പോൾ കുഞ്ഞിപ്പെണ്ണും അവളുടെ കയ്യിലിരുന്ന് മാധവനെ നോക്കി പാൽപുഞ്ചിരി തൂകി. ആഹാ, ആരിത്? മുത്തശ്ശൻ്റെ കുഞ്ഞിപ്പെണ്ണോ? വന്നേ, മുത്തശ്ശനൊന്ന് എടുക്കട്ടെ. മീനൂട്ടിക്ക് നേരെ കൈനീട്ടിക്കൊണ്ട് മാധവൻ പറഞ്ഞപ്പോൾ അവൾ ഒന്ന് പാറുവിനെ നോക്കി. അത് കണ്ടപ്പോൾ പാറു ചിരിച്ചുകൊണ്ട് തലയാട്ടിയപ്പോൾ മീനുമോൾ വേഗം തന്നെ മാധവൻ്റെ അടുത്തേക്ക് ചെന്നു. ആയിഷ്, മോളെ മുത്തശ്ശനാണോ? മാധവൻ്റെ മുഖത്ത് നോക്കി കണ്ണും വിടർത്തിക്കൊണ്ട് മോൾ ചോദിക്കുന്നത് കേട്ടപ്പോൾ അവരെല്ലാവരും ചിരിച്ചുപോയി. അപ്പോഴേക്കും അജുവും വ്യാസവും അവർക്കൊപ്പം എത്തിയിരുന്നു. അച്ഛാ, അമ്മയും ചേച്ചിയും ഒക്കെ എവിടെ? പുറത്തേക്ക് ശോഭയെയും സൂര്യയെയും കാണാതെ വന്നപ്പോൾ പാറു ചോദിച്ചപ്പോൾ അവളുടെ ചോദ്യം കേട്ട് അജുവിൻ്റെ കണ്ണുകൾ വിടർന്നു. സൂര്യ മുറിയിലാണ് മോളെ. അമ്മ പിന്നെ രാവിലെ അടുക്കളയിൽ കയറിയതാ. ഈ സമയമായിട്ട് ആൾ അതിൽ നിന്നും ഇറങ്ങിയില്ല. മാധവൻ ചിരിയോടെ പറഞ്ഞു. എന്നാൽ വാ, എല്ലാവർക്കും അകത്തിരിക്കാം. അജു വാ. പാറു വിളിച്ചപ്പോൾ എല്ലാവരും അകത്തേക്ക് കയറി. നിങ്ങളിവിടെ ഇരിക്കൂ, ഞാനൊന്ന് അമ്മയെ പോയി കാണട്ടെ. ഹാളിലെ സോഫയിൽ അവരെ ഇരുത്തി. അതും പറഞ്ഞുകൊണ്ട് മാധവൻ്റെ കയ്യിൽ നിന്നും മോളെ വാങ്ങി അടുക്കളയിലേക്ക് നടന്നു. ആ സമയം മാധവനും വ്യാസും ഓരോന്നും സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ അജു കോൾ വന്നതുപോലെ അവിടെ നിന്നും എഴുന്നേറ്റ് നടന്നു. അപ്പോൾ അവൻ്റെ മനസ്സിൽ എങ്ങനെയെങ്കിലും സൂര്യയെ കാണണമെന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ചുറ്റും ആരും നോക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് അവൻ വേഗം മുകളിൽ സ്റ്റെപ്പ് കയറി സൂര്യയുടെ മുറിക്ക് മുന്നിലെത്തി. ഈശ്വര, ലോക്കായിരിക്കല്ലേ. സൂര്യയുടെ റൂമിലെ ഡോറിൽ കൈചേർത്ത് മനസ്സിൽ നന്നായി ഒന്ന് ആത്മഹത്യച്ചുകൊണ്ട് അവൻ തുറന്നു നോക്കിയപ്പോൾ അത് ലോക്കല്ലായിരുന്നു. അത് കണ്ടപ്പോൾ അവൻ സന്തോഷത്തോടെ ചാടിത്തുള്ളി മുറിയിൽ കയറിയപ്പോൾ അവിടെ എങ്ങും സൂര്യ ഇല്ലായിരുന്നു. പക്ഷേ ബാത്റൂമിൽ നിന്നും വെള്ളം വീഴുന്നത് കേട്ടപ്പോൾ അവൻ ചിരിയോടെ ബെഡിൽ പോയി കിടന്നു. ഈ സമയം ലേറ്റായി എണീറ്റത് കൊണ്ട് വേഗം കുളിക്കാൻ വേണ്ടി കയറിയതായിരുന്നു സൂര്യ. എങ്ങനെയൊക്കെ കുളിച്ചെന്ന് വരുത്തി ബാത്റൂമിൽ ചുറ്റി അലസമായി മുറിയിലേക്ക് അവൾ ഇറങ്ങി വന്നു. ആ സമയം അവളെ പ്രതീക്ഷിച്ച് അവിടെ കിടന്ന അജു അവളുടെ ആ ഒരു കോലം കണ്ട് വായും പൊളിച്ച് എണീറ്റ് നിന്നവളെ നോക്കി. അപ്പോളായിരുന്നു സൂര്യയും അവനെ കണ്ടത്. തന്നെ അടിമുടി നോക്കി ഞെട്ടിത്തരിച്ച് നിൽക്കുന്ന അജുവിനെ കണ്ട അവൾ എന്ത് ചെയ്യണമെന്നറിയാതെ തരിച്ചു നിന്നു.